ക്ലാസ് മോഡേൺ ഹിസ്റ്ററി ക്ലാസ് 11ന്റെ സെക്കൻഡ് പാർട്ടാണ്. വീഡിയോ ഒന്ന് കട്ടായി. പിന്നെ അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ത്യൻ നാഷണൽ ആർമി ട്രയൽ നടക്കുന്നുണ്ട്. ആർമി ഓൾറെഡി സറണ്ടർ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കോർട്ട് മാർഷലിലേക്ക് അവരെ കേസ് എടുക്കുകയാണ്. അങ്ങനെ റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. 1945 മുതൽ 46 വരെയാണ് ഏകദേശം നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പല ആളുകളും അതിലുണ്ടായിരുന്നു, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആർമി ചീഫിന്റെ ഒക്കെ കമ്മ്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, അങ്ങനെ വലിയൊരു ശിക്ഷ കൊടുക്കുന്നില്ല, കാരണം ജനറൽ പബ്ലിക് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു അതിനെതിരായിട്ട്. പിന്നെ ഈ സമയത്ത് അറിഞ്ഞിരിക്കാൻ മറ്റൊരു കാര്യമാണ് ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1945. ഓക്കെ, അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലേബർ പാർട്ടി ക്ലമന്റ് അറ്റ്ലിന്റെ നേതൃത്വത്തിൽ പവറിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സെക്രട്ടറി ആയിട്ട് സർ പാട്രിക് വരുന്നുണ്ട്, ലോറൻസ് വരുന്നുണ്ട് അറിഞ്ഞിരിക്കാം. ഈ സമയത്ത് എടുത്ത മേജർ സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇന്ത്യൻ ജനറൽ ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം വീണ്ടും ജനറൽ ഇലക്ഷൻ വരുന്നുണ്ട്. 1936 നടന്നതിന് ശേഷം പിന്നെ 1945 ആ സമയത്ത് ജനറൽ ഇലക്ഷൻ വരികയാണ്. അതിൽ 91% നോൺ മുസ്ലിം സീറ്റ്സും കോൺഗ്രസിന് കിട്ടാണ്. മദ്രാസ്, UP, ഒറീസയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടുന്നുണ്ട്. എല്ലാ മുസ്ലിം സീറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിം ലീഗിനും കിട്ടുന്നുണ്ട്. ഓക്കെ, മുസ്ലിം ലീഗിന് അബ്സല്യൂട്ട് മെജോറിറ്റി മുസ്ലിം ഏരിയാസിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ഡോമിനന്റ് പാർട്ടി ആയിട്ട് മാറി എന്നുള്ളതാണ്. 1935 എന്ന് പറയുമ്പോൾ അവർക്ക് വെറും 25% മുസ്ലിംസ് വോട്ടേ കിട്ടിയിരുന്നുള്ളെങ്കിൽ ഇതാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 90% മുസ്ലിംസ് വോട്ടും ആർക്ക് കിട്ടുന്നുണ്ട്, മുസ്ലിം ലീഗിന് കിട്ടും. അപ്പൊ അവരുടെ കമ്മ്യൂണൽ വയലൻസ്, കമ്മ്യൂണൽ കാര്യങ്ങളൊക്കെ അത് വളർന്നതിന്റെ നമുക്ക് കാണിക്കാൻ പറ്റും ആ രീതിയിൽ. ഓക്കെ, പിന്നെ അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം സെപ്പറേറ്റ് ഇലക്ടറേറ്റും കമ്മ്യൂണൽ ലിമിറ്റഡ് ഫ്രാഞ്ചൈസ് ഒക്കെ ഏകദേശം വോട്ടിംഗ്, കമ്മ്യൂണൽ വോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് ഇലക്ഷനിലോട്ട്. പിന്നെ ഈ സമയത്താണ് RIN മ്യൂട്ടിനി ഉണ്ടാകുന്നത് 1946. RIN മ്യൂട്ടിനി എന്ന് പറയുമ്പോൾ നമ്മുടെ റോയൽ ഇന്ത്യൻ നേവിന്റെ മ്യൂട്ടിനിയാണ് ഉദ്ദേശിക്കുന്നത്. റോയൽ ഇന്ത്യൻ നേവി എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, അവർ പലപ്പോഴും പോർ പേ, ഫുഡ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ അവർ നേരിടുന്നുണ്ട്. കാരണം അവര് റേറ്റിംഗ്സ് എന്ന് പറയും, അവര് മറ്റുള്ള യൂറോപ്യൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഡിസ്ക്രിമിനേഷൻ അവർ നേരിട്ടത്. ഓക്കെ, അതിനെതിരെ അവർ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ ഫ്ലാഗ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹോയിസ്റ്റ് ചെയ്യുന്നുണ്ട്. മ്യൂട്ടിനി എന്ത് ചെയ്യുന്നുണ്ട്, സർദാർ പട്ടേലിന്റെ ഒക്കെ ഇന്റർവെൻഷൻ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും മ്യൂട്ടിനീസിന്റെ ട്രേഡ് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് അവര് മ്യൂട്ടിനീസിനെ ട്രയൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതാണ് എന്ത് പലപ്പോഴും ബോംബെയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വയലൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, 200 ആളുകളൊക്കെ മരിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇനിയൊരു ആർമിയിലും കൂടി ഒരു മ്യൂട്ടിനി ഉണ്ടായി, ഇനി ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യണം, ഇന്ത്യനെ അടക്കി ഭരിക്കാൻ കഴിയൂല എന്നുള്ള ബ്രിട്ടീഷുകാർ മനസ്സിലാക്കാണ്. അങ്ങനെ നിങ്ങട്ട് എന്ത് ചെയ്യുന്നത്, ക്യാബിനറ്റ് മിഷനെ വിടുന്നത്. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, 1946 ക്യാബിനറ്റ് മിഷൻ. അപ്പൊ നമ്മൾ വേവൽ പ്ലാൻ പറഞ്ഞു, അതുപോലെ തന്നെ അതിനുശേഷം ജനറൽ ഇലക്ഷൻ, RIN മ്യൂട്ടിനി, പിന്നെ അതിനുശേഷം ക്യാബിനറ്റ് പ്ലാൻ. ക്യാബിനറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ കോമ്പോസിഷൻ ആയിട്ട് വരുന്ന ആളുകൾ സർ പാട്രിക് ലോറൻസ് വരുന്നുണ്ട്, സർ സ്റ്റെഫോർഡ് ക്രിപ്സ് അതിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത്തരം ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു, ഒരു ഇന്ററിം ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ, ഒരു ഇന്ത്യക്ക് ഒരു ഫ്രീ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒക്കെ ഉണ്ടാക്കാനും തീരുമാനിക്കുന്നത് ഇത് പ്രകാരം. അപ്പൊ ഇത് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് ഉണ്ടാക്കുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, 1946 എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ എലക്ഷൻസ് നടക്കുന്നുണ്ട്. പ്രൊവിൻഷ്യൽ അസംബ്ലിയിലോട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലോട്ടും പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നെഹ്റു ബ്ലേഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആസ് എ സോവറീൻ ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, റൂൾസ് ഓഫ് പ്രൊസീജിയർ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിന് വേണ്ടി അത് ഉണ്ടാക്കുന്നുണ്ട്. തുടക്കത്തിൽ ലീഗ് പ്ലാൻ റിജക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നീട് ലീഗ് ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് വേണമെന്നുള്ള ഇതിലാണ് അവർ ഫസ്റ്റ് പറയുന്നത്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരമാണ് നമ്മൾ എന്തുണ്ടാക്കിയത്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ സമയത്താണ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് പോകുന്നത്. ഓക്കെ, ആഗസ്റ്റ് 16, 1946 ഡയറക്റ്റ് ആക്ഷൻ ഡേ. അത് പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗാളിന്റെ നേതൃത്വത്തിലൊക്കെയാണ് ഇത് വരുന്നത്, ഹുസൈൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഖാജ നിസാമുദ്ദീൻ ഒക്കെ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരു ഏകദേശം 5000-ലധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വയലൻസുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നുണ്ട്. ഓക്കെ, ഏകദേശം ധാരാളം കമ്മ്യൂണൽ റൈറ്റ്സ് ഈ സമയത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും, എസ്പെഷ്യലി കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ. ഓക്കെ, അപ്പൊ ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് പറയുമ്പോൾ ഇനി ഞങ്ങൾക്ക് 2 രാജ്യമാക്കിയിട്ടേ അടങ്ങുമെന്നുള്ളതിൽ ഡയറക്റ്റ് ആക്ഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഇന്ററിം ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ഇന്ററിം ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റു ഹെഡ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലെസ് ഓർ മോർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂഷൻ തന്നെ ആയിരുന്നു അത്. അതുപോലെ തന്നെ ഈ സമയത്ത് എന്ത് ചെയ്യുന്നത്, ഇറ്റ് വാസ് ഫോർമഡ് വിത്തൗട്ട് മുസ്ലിം ലീഗ് ആയിരുന്നു. പിന്നീട് അവർ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതേ സമയത്ത് അവർ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആക്ഷന്റെ ഡിമാൻഡ് ഒന്നും ഒഴിവാക്കാതെ തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതായിട്ട് പിന്നീട് കാണാൻ പറ്റും. ഓക്കെ, കാരണം ഇതിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്തതെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് ഒരു ഇന്ററിം ഗവൺമെന്റ് ഈ സമയത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ടൈം ആയിട്ട് മീറ്റ് ചെയ്യുന്നത് 1946 ഡിസംബറിലാണ്.
389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 292 പേരെ സ്റ്റേറ്റ്സ് റെപ്രസെന്റേറ്റീവ് ആയിട്ടും 93 പേര് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടും 4 ചീഫ് കമ്മീഷണറായിട്ടൊക്കെയാണ് ഇതിലേക്ക് വരുന്നത് അറിഞ്ഞിരിക്കാം. കോൺഗ്രസ് ഇത് 208ഓളം സീറ്റ് കിട്ടുന്നുണ്ട്, മുസ്ലിം ലീഗിനാണ് 73 സീറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ തുടക്കത്തിൽ മുസ്ലിം ലീഗ് അതിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നവർ കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ആക്ട് ചെയ്തതൊക്കെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആയിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇതിലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവരുന്നത് ആര്? ജവഹർലാൽ നെഹ്റു 1947 30th December 1947 അത് അഡോപ്റ്റ് ചെയ്തത് 22nd January 1947 ഇതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പ്രിയാമ്പിളുടെ ഒരു രൂപമായിട്ട് മാറുന്നത്. ഇതിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു വ്യക്തമായിട്ട് പറയുന്നതാണ്. അതിൽ എന്താ ഒബ്ജക്റ്റീവ് പറയുന്നത്? ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക്, ഓട്ടോണമസ് യൂണിറ്റ് ആയിരിക്കും, മൈനോറിറ്റി സേഫ് ഗാർഡ് ചെയ്യും, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിക് ഡെമോക്രസി എൻഷുർ ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളായിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അത് കൊണ്ടുവന്ന ആള് ജവഹർലാൽ നെഹ്റു എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ സമയത്താണ് 1947 അറ്റ്ലിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അറ്റ്ലി എന്ന പ്രൈം മിനിസ്റ്റർ ആണ്. അറ്റ്ലി എന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഒരു ഡെഡ് ലൈൻ വെക്കാണ്, June 30. ഓക്കെ, നമ്മൾ കറക്റ്റ് ഇന്ത്യക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള June 30 ആയിരിക്കും. കുറെ ട്രാൻസ്ഫറിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാബിനറ്റ് മിഷന് ശേഷം. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, എപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ഡേറ്റ് വെച്ചു, ഡെഡ് ലൈൻ വെക്കാണ്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ദി പവർ മേഡ് ടു ബി എയ്തർ ഓഫ് ദി സം ഓഫ് ദി ഫോം ഓഫ് സെൻട്രൽ ഗവൺമെന്റിലേക്കോ, അല്ലെങ്കിൽ എന്താണ്, ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് നോട്ട് ഫുള്ളി റെപ്രസെന്റേറ്റീവ് ഇറ്റ് വുഡ് ബി ട്രാൻസ്ഫർ ദ പവർ ടു ദ എക്സിസ്റ്റിംഗ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ഇതിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ പിന്നെ അതുപോലെ തന്നെ ലോർഡ് മൗണ്ട് ബാറ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, അവസാന വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. അദ്ദേഹമാണ് ലാസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ. ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിം ലീഗ് ഒരു സിവിൽ മാസ് ഡിസൊബീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം എന്താ, അവർക്ക് ഇനിയൊരു ഡെഡ് ലൈൻ വെച്ചു. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇനി കമ്മ്യൂണൽ വയലൻസിലോട്ട് പോയിട്ട് എന്ത് ചെയ്യാണ്, അവർക്ക് അവരുടെ പാർട്ടീഷൻ നേടിയെടുക്കാന്നുള്ള ആശയമായിട്ട് മുസ്ലിം ലീഗ് എന്ത് ചെയ്യാണ്, മുന്നിട്ട് ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നീട് അവസാനമായിട്ട് വരുന്ന പ്ലാനാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ, അല്ലെങ്കിൽ June 3 പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് ലാസ്റ്റ് വൈസ്രോയി ആയിട്ടുള്ള മൗണ്ട് ബാറ്റന്റെ പേരിലാണ് അദ്ദേഹമാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയിട്ട് വരുന്ന ആരാണ്? C രാജഗോപാലാചാര്യാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇദ്ദേഹം പറയുന്നുണ്ട്, ലാസ്റ്റ് പാർട്ടീഷൻ കോൺഗ്രസ് എന്താണ് ഒരു കൺസെന്റ് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, വേറെ നിവൃത്തി ഇല്ലാതാവുമ്പോൾ കൺസെന്റ് കൊടുക്കാൻ, അങ്ങനെ ഒരു പാർട്ടീഷൻ പ്ലാൻ ആണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്നുള്ളത്. ഓക്കെ, കാരണം എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് പാകിസ്ഥാനും ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ആയിരുന്നു മൗണ്ട് ബാറ്റൺ പ്ലാൻ. ഇൻഡിപെൻഡന്റ് ഡൊമിനിയൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഫോം ചെയ്യും. 1947 വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈച്ച് ഡൊമിനിയൻ എന്ത് ചെയ്യാനുണ്ട്, ഗവർണർ ജനറൽക്ക് ഉണ്ടാവും, അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ത്യന്റെ ഗവർണർ ജനറൽ ആയിട്ട് മൗണ്ട് ബാറ്റൺ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് കുറച്ചു കാലം. പക്ഷെ പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്നായിട്ട് മാറുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാവുന്നുണ്ട്. ഈച്ച് ഡൊമൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലെജിസ്ലേച്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നു പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നതുവരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 പ്രകാരമായിരിക്കും അവർ വർക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട പാർട്ടീഷൻ പ്ലാൻ ആണ്. ഓക്കെ, പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേഷൻ നടക്കുന്നുണ്ട് സ്റ്റേറ്റ്സിന്റെ. പല രീതിയിലാണ് നമുക്കറിയാം, ധാരാളം പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ആയിട്ട് നടന്ന ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഫേസ് 1 എന്ത് ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ് അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അക്സഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലോട്ട് കൂടിച്ചേരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സെൻട്രൽ അതോറിറ്റി അവർ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റീസൺസ് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റൻസ് എന്താ, ഒന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് വലിയ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ചേഞ്ച് ഒന്നുമില്ല. കാരണം അത് ഓൾറെഡി അവർ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്നോണ്ടിരിക്കുന്നത് തന്നെ, കാരണം ബ്രിട്ടീഷാണ് സെൻട്രൽ യൂണിയൻ വരുന്നത്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ കൊണ്ട് ഇവർ അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്. ഫേസ് 1. ഫേസ് 2 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റഗ്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് ഇൻ ദ നിയർ ബൈ പ്രൊവിൻസ് ഇൻ ടു ദ ന്യൂ റീജിയൻ ആക്കി മാറ്റും. അതാണ് ഹിമാചൽ പ്രദേശ്, കത്തിയവർ റീജിയൻ, രാജസ്ഥാൻ ഇങ്ങനത്തെ റീജിയൻ ഒക്കെ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് സ്റ്റേറ്റ്സിന്. ഓൾഡ് ബൗണ്ടറീസ് ഒക്കെ മാറ്റിയിട്ട് പല പേരുകളിലേക്കും പല സംസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യും, കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ട്രാവൻകൂറും കൊച്ചിനൊക്കെ കൂടിയിട്ട് കേരള ആയിട്ട് മാറുന്നത് പോലെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നീട് പ്രൈവറ്റ് പേഴ്സണൽ എന്ത് ചെയ്യുന്നുണ്ട്, നിർത്തലാക്കുന്നൊക്കെ ഉണ്ട്. രാജ്യപ്രമുഖ എന്നുള്ള സംഗതിയൊക്കെ ഒഴിവാക്കുന്നുണ്ട്. കാരണം അവർക്ക് തുടക്കത്തിൽ അവർക്ക് കൊടുത്തിരുന്ന ചില ആനുകൂല്യങ്ങളായിരുന്നു അതൊക്കെ ഒഴിവാക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ജസ്റ്റ് ഒരു ഇന്റഗ്രേഷൻ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസൾട്ടേഷൻ എന്നുള്ള ഒരു ഏരിയയിൽ വരുന്നതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റും. ഇത്തരം ഏരിയയാണ് നമുക്ക് ഫസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മോഡേൺ ഹിസ്റ്ററിയിൽ മനസ്സിലാക്കേണ്ടതും നിങ്ങൾ പഠിക്കേണ്ടതും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ തന്ന മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ NCERT ഓർ SCERT ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, ഒരു പ്ലാനിങ് ഉണ്ടാക്കിക്കൊണ്ട് ആ SCERT പിന്നെ അതുപോലെ തന്നെ
ഈ ഒരു ഇത് വായിക്കുന്നതോട് കൂടി ഓൾമോസ്റ്റ് അതിൽ കംപ്ലീറ്റ് ആവും. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ പെയ്ഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒന്നുകൂടി നേരിട്ട് എന്റെ ഇന്ററാക്റ്റീവ് ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിന്റെ വളരെ കുറഞ്ഞ ഫീസിലാണ്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അതിലാകുമ്പോൾ റെഗുലർ ആയിട്ട് ടെസ്റ്റും കാര്യങ്ങളും അതിന്റെ ഡിസ്കഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് പറയുമ്പോൾ ഡിസ്കഷൻ കുറവാണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ ആൻസർ കണ്ടെത്തണം എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യത്തിൽ നിന്ന്. മറ്റേതാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഡിസ്കഷൻ കൂടി അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും അറിയിക്കുക. ക്ലാസ് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം.